ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി, എല്ലാത്തിന്റെ അവസാനം ലാ ചേർത്താൽ മതി എന്ന മോഹൻലാലിന്റെ പ്രശസ്തമായ ഡയലോഗ് കേൾക്കുമ്പോൾ ഇപ്പോൾ മോഹൻലാൽ സിനിമകളെ നോക്കിക്കാണുന്ന ഓരോ മേക്കേഴ്സും പറയുന്നത് ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി എന്നാണ്. കാരണം മോഹൻലാലിനെ വെച്ചൊരു വിജയം നേടുക എന്നത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. മോഹൻലാലിനെ വെച്ചൊരു വിജയം നേടിയാൽ പിന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ഫെയിമും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അടുത്തിടെ ആ ടെക്നിക്ക് പിടികിട്ടിയ ആൾക്കാരാണ് ഇപ്പോൾ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നത്. മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണം, ആ താരത്തെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടൊരു മികച്ച സിനിമ ഉണ്ടാക്കാം എന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പല മേക്കേഴ്സും. തുടരുമെന്ന ചിത്രത്തിൽ കാണിച്ചെന്നതും ഇതേ കാര്യം തന്നെയാണ്. കാരണം അതുപോലൊരു മേക്കറെ ആ പ്രൊഡ്യൂസർക്ക് കിട്ടിയിരുന്നു. ഈ വർഷത്തെ ഹിറ്റ് ചിത്രമായിരുന്നു തരുൺ മൂർത്തി ഒരുക്കിയ തുടരും എന്ന ചിത്രം. മോഹൻലാൽ നായകനെ എത്തിയ ചിത്രത്തിൽ ശോഭന, ബിനു പപ്പു, പ്രകാശ് വർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. റെക്കോർഡുകൾ സ്വന്തമാക്കിയ ചിത്രം രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രജപുത്ര രഞ്ജിത്താണ് നിർമ്മിച്ചത്. ഇതിന്റെ വിജയം എല്ലാവരും പങ്കിട്ടു എന്നതാണ്. രജപുത്ര രഞ്ജിത്തിനെ പോലും ഏറ്റവും മികച്ച രീതിയിൽ പ്രശംസിച്ച പ്രേക്ഷകരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. തുടരുന്ന സിനിമ വന്നതോടുകൂടി മലയാളികൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് പറയുകയുണ്ടായി. ശരിക്കും മലയാളികൾക്ക് ആരാണ് ലാലേട്ടൻ എന്ന ചോദ്യത്തിന് ഇപ്പോൾ രഞ്ജിത്ത് പോലും പ്രതികരിക്കുകയാണ്. പടം ഹിറ്റായതിനു ശേഷം നിരവധി ആൾക്കാരാണ് രഞ്ജിത്തിനെ പോലും അപ്രോച്ച് ചെയ്യുന്നത്. മീഡിയക്കാരാണെങ്കിലും മറ്റെല്ലാ രീതിയിലും. ചിലർക്ക് സഹോദരനെ പോലെയാണെങ്കിൽ ചിലർക്ക് അച്ഛനെ പോലെ, മറ്റു ചിലർക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. ഇതാണ് ലാലേട്ടൻ. മോഹൻലാൽ എന്ന മഹാനടൻ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ ഇമോഷനും ഒരുപോലെ സ്ക്രീനിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അഭിനയ മികവ് എല്ലാ തലമുറകളിലും പെട്ട ആളുകളെയും ഒരേപോലെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. രഞ്ജിത്ത് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. ഈ ഒരു മോഹൻലാലിനെ അറിഞ്ഞാൽ മാത്രമേ ആ ടെക്നിക്ക് മനസ്സിലാകുകയുള്ളൂ. ആ ടെക്നിക്ക് മനസ്സിലായവരാണ് ഇപ്പോൾ മോഹൻലാലിന്റെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി. പുതിയ കാലത്ത് ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിന് പോലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. പ്രേക്ഷകർക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്, വിമർശിച്ചോട്ടെ, പക്ഷേ എല്ലാത്തിനും ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കണം എന്നെനിക്ക് പറയാനുണ്ട്. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ വലിയ നഷ്ടങ്ങളിലേക്ക് ആണ് അതിന്റെ നിർമ്മാതാവ് എത്തിപ്പെടുന്നത്. എളുപ്പം നികത്താൻ ആവുന്ന ഒരു നഷ്ടമല്ല അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ വിമർശകർക്ക് അറിയണമെന്നില്ല. രഞ്ജിത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ആ വിമർശനങ്ങളെ മാറ്റി നിർത്തി മികച്ച രീതിയിൽ മോഹൻലാലിനെ യൂസ് ചെയ്യാനുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിലേക്ക് നിരവധി പേർ സിനിമ ഒരുക്കാൻ വേണ്ടി എത്തുന്നതും. തുടരുമെന്ന ചിത്രം പോലും എത്രയോ പേരാണ് ചെയ്യാൻ പേടിച്ചത്. കാരണം അതൊരു വലിയ വിജയമാക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ള പേടി. പക്ഷേ തരുൺ മൂർത്തി ധൈര്യത്തോടെ വന്നു, ധൈര്യത്തോടെ ഏറ്റെടുത്തു. അതുതന്നെയാണ് രഞ്ജിത്ത് എന്ന നിർമ്മാതാവിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു പ്ലസ്. നീണ്ട വർഷക്കാലമായി നിലനിൽക്കുന്ന നിർമ്മാണ കമ്പനിയാണ് രജപുത്ര. ഒട്ടേറെ സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ള രജപുത്ര എം രഞ്ജിത്താണ് രജപുത്രയുടെ ഉടമസ്ഥൻ. തന്റെ കരിയറിൽ നിരവധി തവണ വിജയപരാജയങ്ങളിലൂടെ കടന്നുപോയ നിർമ്മാതാവാണ് അദ്ദേഹം. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രഞ്ജിത്ത് വീണ്ടും ഒരു സിനിമാ നിർമ്മാണത്തിലേക്ക് എത്തിയത്. പുതിയ കാലത്ത് ഒരുപാട് കഴിവുള്ള സംവിധായകർ ഉണ്ടായി വരുന്നുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തരുൺ മൂർത്തി എന്ന സംവിധായകനിൽ നിരീക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. തരുൺ ചെയ്ത 2 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്തും വായനയും ഒപ്പത്തിനൊപ്പം വന്നാലേ ഒരു സിനിമയുടെ ആദ്യ ഭാഗം പൂർണ്ണമാകും. ഓപ്പറേഷൻ ജാവയിൽ നിന്നും വളരെ വ്യത്യാസമുള്ള സിനിമയാണ് സൗദി വെള്ളക്ക. ഈ സിനിമ എടുക്കാൻ അധികം ആരും ധൈര്യപ്പെടില്ല. അത് രണ്ടും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു സിനിമ ഉള്ളിലുള്ള നല്ല ക്രാഫ്റ്റുള്ള ഒരു മനുഷ്യനാണ് തരുണെന്ന്. തുടരും സിനിമയ്ക്ക് മുൻപ് ഇറങ്ങിയ എമ്പുരാൻ സിനിമ മിക്സഡ് അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. അതിന്റെ ആശങ്ക തുടരും സിനിമയ്ക്കുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അമിത പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ടായിരുന്നുവെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി ഇത് മാറും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. വലിയ പ്രമോഷനൊന്നും സിനിമയ്ക്ക് ചെയ്തിട്ടുമില്ല. ഒരു ചെറിയ സിനിമ എന്ന മട്ടിൽ തന്നെയാണ് പുറത്തിറങ്ങിയതും. ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടാണ് എല്ലാവർക്കും ആദ്യം തോന്നിയ കൗതുകം. ഇതിന്റെയൊക്കെ ഫലമാണ് തുടരുമെന്ന ചിത്രത്തിന്റെ ഇത്രയും വലിയ വിജയം. അത് നിർമ്മാതാവ് കൂടി മികച്ച രീതിയിൽ അത് നിരീക്ഷിച്ചു എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന നടനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിർമ്മാതാവ് പോലും നല്ല വൃത്തിയായി ആ ടെക്നിക്കിൽ ചിന്തിച്ചു. ഇപ്പോൾ മോഹൻലാലിന് പുറകെയാണ് മലയാള സിനിമ തന്നെ. അതുകൊണ്ട് തന്നെ മോഹൻലാലെ കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. മികച്ച കോംബോകളിലൂടെ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാൽ കൂട്ടുകെട്ടുകളും നമുക്കറിയാം. അങ്ങനെ ഒരു കൂട്ടുകെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലുമാണ്. അതിലൊരു വിജയ സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോഴിതാ അതുമായി കണക്ട് ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ കോംബോ കൂടി വരുന്നു എന്നതാണ് ഇവർ തന്നെ പറയുന്നത്. നിവിൻ പോളിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് സംവിധായകൻ അഖിൽ സത്യൻ കഴിഞ്ഞ ദിവസം ഇത് പറയുകയും ചെയ്തു. ചിത്രത്തിന് പുറമെ അഖിൽ നൽകിയ ക്യാപ്ഷനാണ് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചത്. മാനിഫെസ്റ്റിംഗ് ലോക്കി മോഹൻലാൽ സത്യനന്ദിക്കാട് വൈബ് ഓൾറെഡി. ചെറിയൊരു സത്യനന്ദിക്കാട് മോഹൻലാൽ വൈബ് എന്നാണ് അഖിൽ കുറിച്ചത്. ഹൃദയപൂർവ്വം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാലും സത്യനന്ദിക്കാട് ഇതുപോലെ ചിരിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ആ ചിത്രം റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് അഖിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്ന് ആരാധകർ
അഭിപ്രായപ്പെടുന്നു. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ സർവമ്മയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഈ ചിത്രം പകർത്തിയത്. സത്യേട്ടൻ മകനല്ലേ, തീർച്ചയായും പടം ഗംഭീരമാകും, ഈ കോംബോ പൊളിക്കും, കട്ട വെയിറ്റിംഗ് എന്നിങ്ങനെ നീളുന്ന കമന്റുകളാണ് ചിത്രത്തിന് വരുന്നത്. അന്ന് സത്യനന്ദിക്കാടും മോഹൻലാലുമാണെങ്കിൽ ഇപ്പോൾ അഖിൽ സത്യനും നിവിൻ പോളിയുമാണ്. ന്യൂ ജനറേഷനിലെ മോഹൻലാൽ, സത്യനന്ദിക്കാട് എന്നൊക്കെ പ്രേക്ഷകരും പറയുന്നുണ്ട്. പാച്ചും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ ഒരുക്കുന്ന ചിത്രമാണ് സർവമായ. നിവിനൊപ്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അജു വർഗീസ് സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. 2025 ക്രിസ്മസിനാണ് ചിത്രം റിലീസിനെത്തുന്നത്. സിനിമയുടെ രചനയും എഡിറ്റിംഗും അഖിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാറും രാജീവ് മേനോനും ചേർന്നാണ് നിർമ്മാണം.